വാക്കിന്റെ ഒരു സങ്കല്പം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു ചെയ്യും. എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ വഴുതി. എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. നോക്കി നിന്നിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ദുഷ്ടന്മാരെ നോക്കി കണ്ടിട്ട് എനിക്ക് അഹങ്കാരത്തോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ദേഹം തടിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മനുഷ്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, അവർ മനുഷ്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നുമില്ല. മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല. ആകയാൽ ദുഃഖം ആകയാൽ ദമ്പം അവർക്ക് മാലയായിരിക്കുന്നു. ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ കുട്ടികൊണ്ട് ഒത്തിരിയിരിക്കുന്നു. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞു അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. പറയുന്നു. അവർ പരിഹസിച്ച ദുഷ്ടതയുടെ ഭീഷണി പറയുന്നു. സംസാരിക്കുന്നു. ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവരുടെ വായ ആകാശത്തോട് ഉയർത്തുന്നു. നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവൻ തന്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു. അതുകൊണ്ട് അവൻ തന്റെ ജനതയെ ഇതിലേക്ക് തിരിക്കുന്നു. അവർ ധാരാളം വെള്ളം കുടിക്കുന്നു. അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതന് അറിവുണ്ടോ എന്ന് പറയുന്നു. അത്യുന്നതനെ അറിവുണ്ടോ എന്നവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ. ഇങ്ങനെയാകും ദുഷ്ടന്മാർ. സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിക്കുന്നു. അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എന്റെ സ്ഥിരീകരിച്ചതും എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു. ഞാൻ ഇടപെടാതെ ബാധ്യതനായിരുന്നു. തോറും തെറ്റിക്കപ്പെട്ടു വരുന്നു. ഞാനിങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഞാനിങ്ങനെ സംസാരിക്കാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാനത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. അവരുടെ അന്തം ഉണ്ടാകും. അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. നീ അവരെ വെടിവെപ്പിൽ നിശ്ചയമായിട്ടും നീ അവരെ വെടിവെപ്പ് നിർത്തിയിരിക്കുന്നു. തള്ളിയിടുന്നു. നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. അവർ ശൂന്യമായി പോയി. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി. പോയിരിക്കുന്നു. അവർ മുറിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവേ, ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവേ, നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഇങ്ങനെ എന്റെ ഹൃദയം വ്യസനിക്കുകയും അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും എന്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ മുട്ടണമെന്നും അറിയാത്തവരുമായിരുന്നു. മൃഗം പോലെ അതിന്റെ മുമ്പിൽ മൃഗം പോലെയായിരുന്നു. ഇപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. എന്നിട്ട് ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കിലിരിക്കുന്നു. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ആലോചന നീ എന്നെ നടത്തും. എന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തെ മുഖത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ ഇരിക്കാറുള്ളൂ. സ്വർഗത്തിൽ ഇരിക്കാറുള്ളൂ. ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പോകുന്നു. എന്റെ മാംസഹൃദയം ക്ഷയിച്ചു പോകുന്നു. പറയും ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നു. നശിച്ചു പോകും. നിങ്ങളുടെ അകത്തിരിക്കുന്നത് നശിച്ചു പോകും. പിന്നെ ഇവിടെ ചെയ്യുന്ന എല്ലാവരെയും നീ സംഭരിക്കും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. എന്റെ സകല പ്രവൃത്തികളെയും വർദ്ധിക്കേണ്ടതിന് ഞാൻ യഹോവയെ കർത്താവെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ദൈവമേ, ജീവനായ കർത്താവെ, എല്ലാ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇന്ന് ആരാധനയ്ക്ക് വായിച്ച സങ്കീർത്തനത്തിനായ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ട രൂപങ്ങളും ആലോചനകളും ഞങ്ങൾക്ക് വേണ്ട എല്ലാ നന്മകളും കർത്താവിന്റെ വചനത്തിലുണ്ട്. അത് ഞങ്ങൾക്ക് നൽകി തരുവാൻ സാധിക്കണമേ. കർത്താവിന്റെ സർക്കാർ നേട്ടമേ, വിവിധ ഇടങ്ങളിലായി ഇതിനെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൊടുത്ത് കണ്ണിൽ താഴ്ത്തുന്നു. അനുഗ്രഹിക്കുന്ന നമ്മൾക്കായി സ്തോത്രം. യേശു തന്നെ നമുക്കിരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതിനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹബന്ധത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച തൊട്ട കാലവും കൂടി നൽകി തന്നു. കർത്താവിന്റെ ഉപകാരങ്ങൾ, കർത്താവ് നമ്മെ ദിനംപ്രതി നടത്തിയ വിധങ്ങൾ ഓരോന്നും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യേണ്ടുന്ന സമയമാണ് ഈ സമയം.
ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, ഞാൻ നിന്റെ നീതി എന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ നമുക്ക് ദൈവസഭയിൽ കർത്താവ് ചെയ്ത ഉപകാരത്തെ ഓർത്ത് സാക്ഷ്യം പറയേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനയും വ്യാകരണങ്ങളും എല്ലാം ദൈവത്തിന് പ്രസാദകരമായി തീരണം. നമുക്ക് ലോകത്ത് ജയിക്കാൻ കർത്താവ് തന്നിട്ടുള്ള 2 വഴികളാണ്. ഒന്ന് കുഞ്ഞാടിന്റെ രക്തവും, 2 സാക്ഷ്യവചനവും. ഇത് രണ്ടും ഏറ്റവും പ്രാധാന്യപ്പെട്ടതാണ്. നമ്മുടെ സാക്ഷ്യവചനം അത് നമ്മൾ വിചാരിക്കും, ഞാനൊരാള് അവിടെ ആ സാക്ഷ്യപ്പെടുത്തിയത് കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കും. അങ്ങനെയല്ല. ഒന്നാമത്തെ അനുഭവം വേണം. രണ്ടാമത്തത് അത് കർത്താവ് ചെയ്തതാണെന്ന് ഉറപ്പ് വേണം. മൂന്നാമത്തത് പ്രാണൻ, ജീവിക്കപ്പെട്ട പ്രാണനാൽ വേണം സംസാരിക്കാൻ. ഈ വ്യവസ്ഥയോടുകൂടി പറയുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് ശത്രുവിന്റെ സകല ആയുധവും അവിടെ ഇല്ലാതാവും. കണ്ണറിയാൻ കണ്ണ് കുരുടനായി തുറന്ന ഒരുവൻ അവനെ വിളിച്ച് യേശു അവനെ സൗഖ്യമാക്കിയപ്പോൾ അവൻ സാക്ഷ്യം പറയാൻ തുടങ്ങിയപ്പോൾ പലരും വിളിച്ചു പറഞ്ഞു, ഇന്ന് ശബത്താണ്, ശബത്തിൽ ഇങ്ങനെ ചെയ്യാൻ വ്യവസ്ഥയില്ല. അവൻ ഭാവി ആയതുകൊണ്ടാണ് അത് ചെയ്തത്. 2 പ്രാവശ്യമായി 3 പ്രാവശ്യമായി എല്ലാം പറഞ്ഞു, നിവൃത്തിയില്ല. അവൻ ആരാണെന്നോ. അപ്പൊ അവനൊരു സംശയം ഈ വന്ന പരീശന്മാരോടും ന്യായശാസ്ത്രിമാരോടും ചോദിക്കുക, പാപിയായ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ കഴിയും? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും നീതിമാനായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ പറയുന്നുണ്ടല്ലോ. അവര് തോറ്റുപോയി. എന്നിട്ടും വിട്ടില്ല. അത് ഒടുവിൽ അവൻ പറഞ്ഞു, അവൻ പാപിയാകട്ടെ ആരുമാകട്ടെ, എന്റെ അനുഭവം എനിക്ക് പറയുന്നതിന് കുഴപ്പമില്ലോ. ഇന്നലെ വരെ ഞാൻ കണ്ണ് കാണാത്തനായിരുന്നു, ഇന്ന് ഞാൻ കണ്ണ് കാണും. അതുകൊണ്ട് അവനെ ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഒന്നും പറയാനില്ല. ആ പറഞ്ഞു വന്നവരുടെ എല്ലാ ആയുധങ്ങളും അവർ ഉപേക്ഷിച്ചിട്ട് അവരുടെ വഴിക്ക് പോയി. അതുകൊണ്ടാണ് ഇന്ന് യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നോടുകൂടെ വസിക്കൊണ്ട് സാക്ഷ്യം പറയും. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ ഈ ഒരാഴ്ചവട്ടക്കാലം നമ്മൾ അനുഭവിച്ച വേദനയുടെയും കഷ്ടത്തിന്റെയും കാര്യം മാത്രമേ നമുക്കുള്ളൂവെങ്കിൽ ഈ ദൈവത്തെ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? യേശുവിനെ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? കാരണം നമുക്ക് പറയാനുള്ളത് മുഴുവനും സങ്കടത്തിന്റെയും പ്രയാസത്തിന്റെയും വാക്കുകളാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഇതിലേക്ക് വന്നത്? അതിന് വചനം പറയുന്നത്, ഞാൻ എൻ്റെ വായ കൊണ്ട് അവനോട് നിലവിളിച്ചു. എൻ്റെ വായില് എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന ദുർഘടങ്ങളും വേദനകളും ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകളുടെയും വലിയൊരു വിലാപം തന്നെ എൻ്റെ വായിലുണ്ട്. പക്ഷെ എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ചയുണ്ട്. ഞാൻ ഇത്രയേറെ എൻ്റെ കഷ്ടങ്ങളെല്ലാം പറയുമ്പോഴും അവൻ ചെയ്ത ഉപകാരങ്ങളുടെ, അവൻ ചെയ്ത മഹത്തായിട്ടുള്ള പ്രവൃത്തികൾ എൻ്റെ നാവിന്മേലുണ്ട്. ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം ജഡത്തിൽ ജീവിക്കുന്ന ഒരു കഷ്ടം ഉണ്ടാകും. ആ സങ്കടം എല്ലാം ഉണ്ട്. പക്ഷെ ദൈവം നോക്കുന്നത് നാവാണ്. നാവിൽ നിന്ന് പുകഴ്ച പോയി പോകുന്നുണ്ടോ എന്നുള്ളതാണ്. കർത്താവ് ഒരു മനുഷ്യനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി ഒരു പാറമേൽ നിർത്തി
ഗമനത്തെ സ്ഥിരമാക്കി വായിൽ പുതിയൊരു പാട്ട് തന്നു. അത് ദൈവത്തിന് സ്തുതിയാണ്, പ്രാർത്ഥനയാണ്. ഇത് ഈ പാട്ടും പ്രാർത്ഥനയും ഈ സ്തുതിയും പിന്നീട് ജീവിതത്തെ വിട്ടു പോകാൻ പാടില്ല. എന്നും ഉണ്ടായിരിക്കണം. കഷ്ടതകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, അതിവേദന ഉണ്ടാകും, ദാരിദ്ര്യം ഉണ്ടാകും, കഠിന ശോധന ഉണ്ടാകും. ഇതെല്ലാം ജീവിതത്തിലുണ്ട്. മാനുഷികമായി പറഞ്ഞാൽ നമ്മൾ നിലവിളിക്കുകയും ചെയ്യും. അയ്യോ അയ്യോ എന്ന് നമ്മൾ നിലവിളിക്കുകയും ചെയ്യും. പക്ഷേ ദൈവം ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അവൻ അത്രയേറെ കരയുന്നുണ്ടെങ്കിലും അവന്റെ നാവിന്മേൽ പുകഴ്ചയേറ്റു പോയിട്ടില്ല. രക്ഷിക്കപ്പെട്ട് അവനെ കുടിയിൽ നിന്ന് കയറ്റി ക്രിസ്തു എന്ന് പാറമേൽ നിർത്തി അവന്റെ ഗമനത്തെ സ്ഥിരമാക്കി വായിൽ കൊടുത്ത പാട്ട് ഇന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കൃപയില്ല, നമ്മൾ കൃപയിൽ തന്നെയാണ്. അതുകൊണ്ടൊന്ന് ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ അധികം പ്രയാസമുള്ള അനവധി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ അവൻ നല്ലവനാണെന്ന് ഞാൻ വിജയിച്ചറിഞ്ഞതാണ്. അവനുള്ള മഹത്വം എൻ്റെ വായിലുണ്ട്, എൻ്റെ നാവിന്മേലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ആരാധനയ്ക്ക് ദൈവം പ്രസാദിക്കുക തന്നെ ചെയ്യും. കഷ്ടതയും വന്നിരിക്കുമ്പോൾ മുതൽ നമുക്ക് കഷ്ടതയുടെയും വേദനയുടെയും നിലവിളിയുടെയും അനുഭവം മാത്രമുള്ളെങ്കിലോ അങ്ങനെയല്ല. അതുകൊണ്ട് അതൊരു വശം. അപ്പോൾ തന്നെ നമ്മുടെ പ്രാണനെ വീണ്ടെടുത്തുന്ന കർത്താവ്, ആ പ്രാണനെ രക്ഷിച്ച കർത്താവ്, സ്വർഗീയ പ്രത്യാശ നമുക്ക് നൽകിയ ദൈവം, ആ ദൈവത്തെ കുറിച്ചുള്ള പുകഴ്ച നമ്മുടെ നാവിൽ നിന്ന് അറ്റുപോകാൻ പാടില്ല. അവിടെയാണ് ശത്രു ശ്രദ്ധിക്കുന്നത്. ഇത്രയേറെ കഷ്ടപ്പെടുത്തിയിട്ടും നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിങ്ങൾ സത്യതയുണ്ടാകുമോ? ദൈവഭക്തനാണെന്നറിഞ്ഞാൽ അവൻ കഷ്ടത ഉണ്ടാക്കുക, നിർമ്മിക്കുന്ന കഷ്ടത നിർമ്മിച്ചയക്കുക. അതുവരെ ഇല്ലാത്ത കഷ്ടതയാണ്. നിർമ്മിച്ച് അയക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി അവനവന്റെ കാര്യം നോക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ചിലര് ഒരുമിച്ച് കൂടി ആലോചിച്ചിട്ട് പറയുന്നത്, ഒരു മാസത്തേക്ക് രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല, ഒരു നിയമം ഉണ്ടായിരുന്നു. ഈ നിയമവും അങ്ങനെ ഒരു ചട്ടവും കൊണ്ടുവന്ന് എന്തിനാന്ന് എല്ലാവർക്കും അറിയാം. കാരണം ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരുവൻ അവിടെ ഉണ്ട്, ദാനിയേലുണ്ട്. അവനെതിരെ കഷ്ടത ഒരു സിംഹാസനം നിർമ്മിച്ചു വിട്ടേക്കുന്നതാണ്. ദൈവവുമായിട്ട് ഉള്ള ബന്ധത്തിൽ പോകുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്റെ വിരോധമായിട്ട് നിർമ്മിച്ചു വിട്ട കഷ്ടതയാണ്. ഒരു മാസത്തേക്ക് വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥിച്ചാൽ സിംഹങ്ങൾ ഉഭയിലിടും. എന്ത് കാര്യം? ആരോട് ദോഷം ചെയ്തു? സത്യദൈവത്തെ ആരാധിച്ച് മുമ്പോട്ട് പോകുന്നത് ദൈവത്തിന്റെ പൈതലിന് ഇങ്ങനെ വരുന്ന എന്തുകൊണ്ടാണ്? അതിനാ പറയുന്നത്, ഒരു ദുഷ്ടസിംഹാസനമുണ്ട്, അത് ദൈവവുമായിട്ട് അടുക്കുന്നവർക്ക് വേണ്ടി കഷ്ടത നിർമ്മിച്ചു വിട്ടുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം കുഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ച്, എന്ത് അപ്പോ ഒരു വീട്ടിലേക്ക് കയറാൻ പോവാ, ഒരു ലഘുലേഖ കൊടുക്കാനായിട്ട്, നോട്ടീസ് കൊടുക്കാനായിട്ട് പോകാൻ പോവാ. ആ ട്രാക്ക് കൊടുക്കാനായിട്ട് പോയപ്പോ ഞാനിത് ഫോൺ ചെയ്ത് അറിഞ്ഞപ്പോ ഒരു കാര്യം ചെയ്യാം, കൊടുക്കാനുള്ളത് കാല് മുൻപോട്ട് വെച്ചത് പുറകോട്ട് വെക്കാതെ മുമ്പോട്ട് കൊടുത്തിട്ട് വാ. അങ്ങനെ അത് കൊടുത്തിട്ട് വന്നു. കാരണം നിയമത്തിന്, ദൈവത്തിന്റെ വേലയ്ക്കും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനും കർത്താവിന് വേണ്ടിയിട്ടും സമർപ്പിച്ച് ഇറങ്ങിയോ അവർക്കെതിരെ ഇത് കൊണ്ടുവരും. ദുഷ്ടസിംഹാസനം കഷ്ടത നിർമ്മിച്ചു വിടും, പ്രശ്നങ്ങൾ നിർമ്മിച്ചു വിടും. എന്നാൽ ഒരു കാര്യമുണ്ട്, ദൈവം ആരെന്നും ദൈവം എങ്ങനെ ചെയ്യുന്നു, ദൈവത്തിന് അതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നും ദൈവം അത് വെളിപ്പെടുത്താനുള്ള സന്ദർഭം കൂടിയാണ്. ഈ സമയത്ത് അതിനും പറയുന്ന പോലെ കഷ്ടതയെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു എന്ന് പറയുന്നത് പോലെ പലരും കഷ്ടത മൂർധന്യത്തിൽ വരുമ്പോ, കഷ്ടത കൊണ്ട് നിവൃത്തിയില്ലാതെ വരുമ്പോ ഒരു വഞ്ചന അങ്ങ് ചെയ്യും. കാരണം വഞ്ചന ചെയ്താൽ നീങ്ങിപ്പോകും. ഇത് തന്നെയാ ദുഷ്ടസിംഹാസനത്തിന് വേണ്ടത്. ദുഷ്ടൻ ചിന്തിക്കുന്നതാ, ഇവൻ കഷ്ടതയുടെ
മൂർധന്യത്തിൽ വരുമ്പോഴത്തേക്കും ഒരു വഞ്ചന വന്ന് ജീവിതം ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ചെയ്തതും പ്രവർത്തിച്ചതും മുഴുവൻ. എന്നാൽ ചന്ദ്രക്ക് മേശക്ക് അവേദനമോ പറഞ്ഞതുപോലെ വിടുവിച്ചാലും ഇല്ലെങ്കിലും, ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വിപത്തെ നമസ്കരിക്കുന്നു വിചാരിക്കണ്ട, ചെയ്യില്ല. അതിന് അവിടെ വെച്ചങ്ങോട്ട് ഈ രണ്ട് വാക്കില്ലാത്ത തരത്തിൽ അവിടെ ഒരു തീരുമാനം അറിയിക്കുക. ദൈവം ആ തീരുമാനത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത്. ആ തീരുമാനം ഉറപ്പായതോടുകൂടി രാജാവിന്റെ മുഖഭാവം മാറി അവൻ തെയ്ച്ചുറയിലേക്ക് കിട്ടും. ദൈവം അവിടെ നിന്ന് കയറ്റിക്കൊണ്ടുവന്നു. അത്രയും ചെയ്തത് മുഴുവനും, ശത്രു ചെയ്തത് മുഴുവനും, ദുഷ്ടസിംഹാസനം, കഷ്ടത നിർമ്മിച്ച് വിട്ട സിംഹാസനം മുഴുവനും അതിനോട് ആരെല്ലാം പങ്കുചേർന്നോ ഒരെണ്ണവും പോവില്ല. ഒരെണ്ണവും. ആരൊക്കെ വീണെന്ന് ഓർക്കണം. ദാനിയേലിനെ ഗുഹയിൽ നിങ്ങൾ കയറ്റിയതിനു ശേഷം രാജാവ് കൽപ്പനയിടുക ചെയ്ത് ഇതിനെ ആരൊക്കെല്ലാം കൂട്ടുനിന്ന് ഇതിനുവേണ്ടി ആലോചിച്ചിട്ടുണ്ടോ എല്ലാത്തിനെയും കൊണ്ടുവരാം. അവരെ, ഭാര്യമാരെ, കുഞ്ഞുകുട്ടികളെ, സകലതിനെയും ആ ഗുഹകൾ ഉപയോഗിടാം. അതിനെ നമ്മെ പഠിപ്പിക്കുന്നത് ഗുഹയുടെ അടിയിൽ എത്തിയില്ലെന്ന്. ഗുഹയുടെ ചെയ്തതായി ദുഷ്ടൻ തന്റെ സിംഹാസനത്തിൽ നിന്ന് കഷ്ടത നിർമ്മിച്ചു വിട്ടു. അത് ദൈവത്തിന്റെ പൈതൽ അനുഭവിക്കാൻ ഇടവന്നു. എന്നാൽ വിടുതൽ ദൈവം അയച്ചു കഴിയുമ്പോഴേക്കും ആരെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെയും. അതുകൊണ്ടാണ് ഒരു മനുഷ്യനും തങ്ങളോട് ദോഷം ചെയ്യുന്നവരെ നമ്മൾ തിരിച്ച് ദോഷം ചെയ്യാതെ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കരുത്. കഷ്ടം അനുഭവിച്ചാൽ ഭീഷണം പറയണ്ട, ഉപദ്രവിക്കണ്ട. നീതിയോടെ വിധിക്കുന്നുവെങ്കിൽ കാര്യം പരിപാലിപ്പിച്ചാൽ മതി. നീതിയോടെ വിധിക്കുന്ന കാര്യം പരിപാലിച്ചാൽ മതി. ഇവൻ ഈ പറയുന്നതിന് മുഴുവനും അക്കമിട്ട് എണ്ണി ഒരു വേരും കൊമ്പും ചേടിക്കാതെ സകലതും കണക്ക് പറയുന്ന ഒരു ദിവസം. അത് അവൻ മാത്രമല്ല, എന്റെ കുടുംബം മുഴുവനും മുഴുവനും. അപ്പൊ ഞങ്ങളുടെ കാര്യമൊക്കെ നമുക്ക് പ്രയാസമുണ്ട്, വിഷമമുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വിധി അതാണ്. ദൈവത്തിന്റെ പ്രവർത്തനം അങ്ങനെയാണ്. എന്നാൽ അവിടെ കയറി നമ്മൾ പ്രവർത്തിക്കാൻ പോയി കഴിഞ്ഞാൽ, അവിടെ കയറി ദൈവത്തിന്റെ പൈതൽ പ്രവർത്തിക്കാൻ പോയി കഴിഞ്ഞാൽ, അവിടെ രാജാവിനോടൊപ്പം നിന്ന് ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ, ശരി രാജാവിനെ നമസ്കരിക്കാം, രാജാവിനെ നമസ്കരിക്കുന്നില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. പക്ഷേ ഇങ്ങനെയല്ല. വിളിച്ചത് അതിനല്ല. നിനക്ക് ശുശ്രൂഷ ആരംഭിക്കുന്നത് സിംഹങ്ങളുടെ ഗുഹയിൽ നിന്നാണ്. എന്റെ ജീവിതം ആരംഭിക്കാൻ പോകുന്നത് എവിടെയെന്നറിയോ? രാജാവിന്റെ കാല് പിടിച്ചിട്ടല്ല. മനുഷ്യനുണ്ടാക്കിയ നിയമത്തെ ആധാരമാക്കിയിട്ടല്ല നിന്റെ ജീവിതം ആരംഭിക്കാൻ പോകുന്നത്. നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ ആരംഭിക്കാൻ പോവുക. അത് രാജ്യത്തിൽ രണ്ടാമനായി വാഴുന്ന ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ ആരംഭിക്കുന്നത് സിംഹങ്ങളുടെ ഗുഹയിൽ നിന്നാണ്. സിംഹങ്ങളുടെ വായടച്ച് ദൂതന്മാരൊന്ന് വായടച്ചതിന് ശേഷം പ്രഭാതത്തിൽ രാജാവ് വരും. അവിടെ നിന്ന് ജീവനോടെ നിന്റെ മുകളിൽ കയറ്റും. ആരെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അവനൊക്കെയും അതിൻ്റെതായ പ്രതിഫലം മേടിക്കും. നിനക്ക് ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്യാം. രാജ്യം നിന്റെ കാൽ കീഴിയാകും. ദേശം നിന്റെ കീഴിലായിത്തീരും. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വന്നു. അതുകൊണ്ട് ഇന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ മുമ്പോട്ട് പോകാൻ ഉറച്ച തീരുമാനം ആരെല്ലാം എടുത്തിട്ടുണ്ടോ ആ തീരുമാനം ശത്രു അറിഞ്ഞിട്ടുണ്ട്. ആ സിംഹാസനത്തിൽ നിന്ന് അതിൻ്റെതായ കഷ്ടത നിർമ്മിച്ചിട്ടുമുണ്ട്. അത് വന്നിട്ടുമുണ്ട്. ഇന്ന് ഈ കഷ്ടതയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഞ്ചന ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒഴിവായി മാറാം. പക്ഷേ ഓർത്തുകൊള്ളണം, ശുശ്രൂഷ അന്ന് മുട്ടിപ്പോകും. ചെയ്യട്ടെ, ശത്രു പ്രവർത്തിക്കട്ടെ. ഇതാ മഹത്തായിട്ടുള്ള ഒരു ശുശ്രൂഷ. ആ സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് വന്നവൻ ആരംഭിക്കാൻ പോവാ. ദൈവം ആരെന്ന് അറിഞ്ഞ് ദൈവത്തെ വിശ്വസിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു. ആദ്യം അത് മനസ്സിലാക്കണം. അവന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം വേണം ഈ സമർപ്പണത്തിലേക്കും കർത്താവിന്റെ അടുക്കിലേക്കും കർത്താവിൽ നിന്നുള്ള വിടുതലിലേക്കും വരുവാൻ.
ഇന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്. കർത്താവ് നമ്മെ ഈ കഴിഞ്ഞ ഒരാഴ്ച തൊട്ട കാലം നമ്മെ പരിപാലിച്ച വിധങ്ങൾ ഏറ്റവും വലുതാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ശോധനയും കഷ്ടതയും ഞെരുക്കങ്ങളും എല്ലാം ഉണ്ടായപ്പോൾ തന്നെ അതിലെല്ലാറ്റിൽ കൂടിയും ദൈവത്തിന്റെ നടത്തിപ്പ് ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതെ എങ്ങനെ? ദൈവത്തെ സ്തുതിക്കാതെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഓ ഹല്ലേലൂയ! സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ, സ്തുതികളിന്മേൽ വസിക്കും പ്രിയനെ, അനുദിനം അവൻ